അഭിനന്ദനായ അധ്യക്ഷൻ, ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, വിനീതമായ പ്രണാമം. അനുഭൂതിയിൽ നിന്ന് അറിവിലേക്കും, അറിവിൽ നിന്ന് വാക്കുകളിലേക്കും, വാക്കുകളിൽ നിന്ന് വേദങ്ങളിലേക്കും സഞ്ചരിച്ച് അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്ന് നീതിയിലേക്കും, ദാരിദ്ര്യത്തിൽ നിന്ന് സുഖത്തിലേക്കും നമ്മെ നയിച്ച് പ്രപഞ്ച നിയമമായ മൃത്യുവിനു പോലും എത്താൻ കഴിയാത്ത പരമപദത്തിൽ എത്തിച്ചേർന്ന ഭാരതത്തിലെ ഗുരുപരമ്പര നമുക്ക് സമ്പാദിച്ചു തന്ന വിദ്യാലയങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങൾ. ആ ദേവാലയങ്ങളുടെ തിരുമുറ്റത്ത് വന്നിരുന്ന് നാമം ജപിച്ചവരെ ഒന്നും ഈ മണ്ണ് നന്ദികേടോടെ വിസ്മരിച്ചിട്ടില്ല. ആ ദേവാലയങ്ങളുടെ തിരുമുറ്റത്ത് കുടുംബസഹിതം വന്നിരുന്ന് നാമം ജപിച്ചവരെയൊക്കെ ആ മണ്ണെന്നും നന്ദിയോടെ സ്മരിച്ചിട്ടേയുള്ളൂ. ശ്രീ ശങ്കരനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും അയ്യൻകാളിയും ശ്രീരാമകൃഷ്ണ പരമഹംസനുമൊക്കെ ബിരുദാനന്തര ബിരുദം നേടിയത് ദേവാലയമാകുന്ന സർവകലാശാലയിൽ നിന്നാണ്. ദേവാലയ ധർമ്മത്തിന്റെ ഈശ്വരീയ സങ്കല്പത്തിന്റെ ഉദാത്തമായ ഭാവരാഗ താളലയങ്ങൾ അനുഭവിച്ചറിയുന്നതിനും അതിൻ്റെതായ നിലയിൽ ഈശ്വരീയമായ വിശ്വാസത്തോടെ അവനവനെ ഉൾക്കൊള്ളാവുന്ന മഹാസങ്കല്പത്തിലേക്ക് വളരുന്നതിനും എത്തുവാനുള്ള മഹാഭാഗ്യം ഒരു പ്രതിഷ്ഠയോടനുബന്ധിച്ച് എത്തുക എന്നത്, അതിൽ സംബന്ധിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. പുണ്യപ്രതിഷ്ഠയും ഉത്സവവും ഒക്കെ എപ്പോഴും നടക്കാം. പക്ഷെ ഒരു പ്രതിഷ്ഠ ഒരു പുരുഷായുസ്സിൽ ഒരുപക്ഷെ ഒരു പ്രാവശ്യം മാത്രമേ നടക്കൂ എന്ന് ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. മതപരമായ കാര്യങ്ങൾക്ക് പലപ്പോഴും നമ്മൾ അനുകരിക്കേണ്ടത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയുമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, എത്ര വിദ്യാഭ്യാസം നേടിയാലും, എത്ര അക്കമുള്ള ശമ്പളം വാങ്ങിയാലും, ഏത് എയർ കണ്ടീഷൻ ബിൽഡിംഗിൽ താമസിച്ചാലും ക്രൈസ്തവർ പള്ളിയിൽ പോകാത്തവരല്ല, ബൈബിൾ വായിക്കാത്തവരുമല്ല. പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, ദരിദ്രനാകട്ടെ, സമ്പന്നനാകട്ടെ, പ്യൂണാകട്ടെ, കളക്ടറാകട്ടെ, മുസ്ലിങ്ങളാണോ അവർ 5 നേരം നിസ്കരിക്കും, ഖുർആൻ വായിക്കും. അല്പം വിദ്യാഭ്യാസം നേടിയാൽ, ജീവിക്കാൻ അല്പം മാർഗം ഉണ്ടായാൽ, പൂർവികന്മാരുണ്ടാക്കി വെച്ച വീടുകളിലൊക്കെ താമസിക്കാൻ മനസ്സറിയാതെ ഭാഗ്യം സിദ്ധിച്ചാൽ, ഹിന്ദുക്കളിൽ ഭൂരിഭാഗവും പോകാത്തത് ദേവാലയങ്ങളിലേക്കാണ്. വായിക്കാത്തത് നമ്മുടെ ഗ്രന്ഥങ്ങളാണ്, ജപിക്കാത്തത് നമ്മുടെ നാമങ്ങളാണ്, മാനിക്കാത്തത് നമ്മുടെ ആചാര്യന്മാരെയാണ്, സ്നേഹിക്കാത്തത് മനുഷ്യരെയാണ്. അതിനൊരു മാറ്റം വരാൻ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമുക്ക് സമ്പാദിച്ചു തന്ന ദേവാലയങ്ങളാകുന്ന സർവകലാശാലകളെ പരമാവധി ഉപയോഗപ്പെടുത്താത്തതിന്റെ കുറവുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വർഗം നമ്മളാണ്. ദേവാലയത്തിൽ വന്നാൽ എങ്ങനെ നമസ്കരിക്കണം, നമസ്കരിച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇടത്തോട്ട് പോകുന്നത് വലത്തൊഴിക്കാൻ? വലത്തോട്ടാരും പോകാത്തതെന്താണ്? ശിവൻ പ്രധാന പ്രതിഷ്ഠയായുള്ള ദേവാലയത്തിൽ ചെന്നാൽ ഊവകല്ലിന്റെ അവിടെ വന്നിട്ട് അപ്രദക്ഷിണമായി പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് എന്തിനാണ്? പൂജാരിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ചന്ദനം വാങ്ങണം, ഏതു കയ്യിൽ വാങ്ങണം, ഏതു കയ്യിൽ വെച്ചിട്ട് ഏതു വിരൽ കൊണ്ട് ശരീരത്തിന്റെ ഏതേതു ഭാഗങ്ങളിൽ തൊടണം? ചന്ദനം തൊടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? കുങ്കുമം തൊടുന്നതിന്റെ പ്രത്യേകത എന്താണ്? ഭസ്മം ധരിക്കുന്നതിന്റെ സവിശേഷത എന്താണ്? ഹോമങ്ങളൊക്കെ കഴിഞ്ഞാൽ കറുകയും നെയ്യും തേനും ഒക്കെ ചേർത്ത് കറുത്ത നിറത്തിലുള്ള പ്രസാദം തന്നാൽ അത് തൊടുന്നതിന്റെ ശാസ്ത്രീയത എന്താണ്? ഞായറാഴ്ച നാഗരാജ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ മഞ്ഞൾ പ്രസാദം തരും. എന്താണ് ആ ഞായറാഴ്ച മഞ്ഞൾ പ്രസാദം തരുന്നതിന്റെ പ്രാധാന്യം? നിലവിളക്കിൽ എത്ര തിരിയിട്ട് കത്തിക്കണം, എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കത്തിക്കണം, കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി എവിടെ കളയണം, ഒരു തിരിയിട്ട് കത്തിക്കുന്നത് ശരിയാണോ, 2 തിരിയിടാൻ പാടുണ്ടോ, 3 തിരിയും 5 തിരിയും 7 തിരിയും 9 തിരിയും ഒക്കെ ഇട്ട് നിലവിളക്ക് കത്തിക്കുന്നതിന്റെ പിന്നിലെ ശാസ്ത്രീയ ദർശനം എന്താണ്? ഒരു ദിവസം എത്ര സന്ധ്യയുണ്ട്, ഏതൊക്കെ സന്ധ്യകളിൽ വിളക്ക് കത്തിക്കണം തുടങ്ങി വിഷയങ്ങൾ പറഞ്ഞാലും, എത്ര ദിവസം പറഞ്ഞാലും, എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്തത്ര ആധ്യാത്മിക സമ്പത്ത് സമ്പാദിച്ചു തന്ന ആചാര്യന്മാരുടെ മണ്ണിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അപഗ്രഥനം നടത്താൻ ദേവാലയങ്ങളെ ഉപയോഗപ്പെടുത്താത്തതിന്റെ കുറവുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലുണ്ട്. ജാതി ഏതായാലും രാഷ്ട്രീയം ഏതായാലും നമ്മളൊക്കെ ഹിന്ദുക്കളാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ശാസ്ത്രീയമായ ഒരു അവബോധം ഉണ്ടാവാൻ, ആധ്യാത്മികമായ സംസ്കാരം ഉണ്ടാകാൻ ദേവാലയങ്ങളെ ഉപയോഗപ്പെടുത്തിയേ കഴിയൂ എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഹിന്ദുക്കൾ മാത്രം നന്നാവണം എന്നവർ ആഗ്രഹിച്ചിരുന്നില്ല. ക്രൈസ്തവനോ മുസ്ലിമിനോ സുഖത്തിന്റെ പട്ടികയിൽ നിന്ന് അവർ മാറ്റി നിർത്തിയിരുന്നില്ല.
നമ്മുടെ ആചാര്യൻ പ്രാർത്ഥിച്ചത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിലെ സമസ്ത ജീവരാശിക്കും സുഖം ഭവിക്കട്ടെ, മനുഷ്യനു മാത്രം സുഖം ഭവിക്കട്ടെ എന്ന് പോലും അവർ ആഗ്രഹിച്ചില്ല. ഈച്ചയ്ക്കും എറുമ്പിനും ആകാശത്തിനും മലയാഴിക്കും പർവ്വതത്തിനും പാറക്കെട്ടിനും മണൽത്തരിക്കും മനുഷ്യനും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരു സംസ്കാരത്തിന്റെ ദർശനം നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാതെ പോയതിന്റെ കുറവുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് നമ്മളെപ്പോലെയുള്ളവരാണ്. ജാതി ഏതായാലും, നായരോ നമ്പൂതിരിയോ ഈഴവനോ പറയനോ പുലയനോ ആരായാലും, രാഷ്ട്രീയം ഏതായാലും, കോൺഗ്രസ് ഹിന്ദുവോ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുവോ BJP ഹിന്ദുവോ, സമുദായത്തിന്റെ പേരിൽ NSS ഹിന്ദുവോ SNDP ഹിന്ദുവോ ബ്രാഹ്മണ ഹിന്ദുവോ ആരായാലും, നമ്മുടെ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ സ്കൂളിൽ പോയി പഠിച്ചാൽ പറ്റില്ല. കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം സ്വീകരിച്ചാൽ സാധിക്കില്ല. ഇലക്ഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടി വോട്ട് ചെയ്തോളൂ, മിക്കവാറും അതിന് എല്ലാ ആഴ്ചയിലും വേണ്ടിവരും. അതിനേക്കാൾ പ്രാധാന്യം ഈ സംസ്കാരത്തിനുണ്ടെന്നറിയാൻ ഈ പ്രദേശത്തെ കുറെ ആളുകൾ കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി നോട്ടീസ് വായിച്ചപ്പോ ഏതാണ്ട് 10-17 വർഷമായി നടക്കുന്ന ഒരു മഹായജ്ഞം അമ്മ പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു പുണ്യമുഹൂർത്തം നാളെ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ സംജാതമാവുകയാണ്. സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്ന ആ യജ്ഞം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വളരെ കുറച്ചു കാലമേ നമ്മൾ ഭൂമിയിൽ ജീവിക്കും. മനുഷ്യൻ വളരെ കുറച്ചു കാലമേ ഉണ്ടാവും. ഈ മാംസമണ്ഡത്തിൽ എത്ര സമയം ജീവൻ കുടിയിരിക്കും എന്ന് ശാസ്ത്രം എത്ര വളർന്നാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ദേവാലയ സങ്കല്പം മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രീയ സംവിധാനമാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പടക്കളത്തിൽ നിന്നുകൊണ്ട് അർജുനനോട് പറഞ്ഞത്. നിന്റെ ശരീരമാണ് ക്ഷേത്രം, അതിൽ കുടികൊള്ളുന്ന ജീവനാണ് ഈശ്വരൻ. ജീവൻ പോയി കഴിഞ്ഞാൽ ആർക്കും ഈ ശരീരം വേണ്ട, എത്ര പ്രിയപ്പെട്ടവരുടേതായാലും വേണ്ട. അച്ഛന്റെ ശരീരത്തുനിന്ന് ജീവൻ പോയാൽ മക്കൾക്ക് ആ ശരീരം വേണ്ട, മക്കളുടെ ശരീരത്തുനിന്ന് ജീവൻ പോയാൽ മാതാപിതാക്കൾക്ക് ആ ശരീരം വേണ്ട, ഭർത്താവിന്റെ ശരീരത്തുനിന്ന് ജീവൻ പോയാൽ ഭാര്യയ്ക്ക് ആ ശരീരം വേണ്ട, അയലത്തുകാരന്റെ ശരീരത്തുനിന്ന് പോയാൽ തീരെയും വേണ്ട. ജീവൻ പോയി കഴിയുമ്പോൾ ഒരാളിനെ കൂലി കൊടുത്തിടത്തും പറഞ്ഞേക്കും, ഇന്നയാൾ എന്റെ ജീവൻ ഇത്രാം തീയതി ഇന്നയാഴ്ച ഇത്ര മണിക്ക് കൃത്യമായി പോയിരിക്കുന്നു, വരണം എന്ന്. സഞ്ചയനത്തിന്റെ കാർഡ് പ്രിന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും അടിക്ക് എഴുതും NB, മരണസമയം യഥാകാലം അറിയിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുടുംബസഹിതം ക്ഷമിച്ച് സഞ്ചയനത്തിനെങ്കിലും വരണം എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ഇയാളുടെ ഒറ്റ കാര്യം എങ്ങും അറിയിച്ചിട്ടുള്ളതല്ല. വീട് പണിയുന്നതിന് മുൻപ് പണിഞ്ഞത് മതിലാണ്. മതില് പണിഞ്ഞ് ഗേറ്റ് ഇട്ട ലോക്ക് ചെയ്ത് ബോർഡ് എഴുതി വെക്കും. പേരോ വീട്ടുപേരോ അല്ല, പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ബിവെയർ ഓഫ് ഡോഗ്. ഇതിനകത്ത് മനുഷ്യരാരുമില്ല, പട്ടികളുണ്ട്, വളരെ സൂക്ഷിക്കുക എന്ന് എഴുതി സ്വാർത്ഥമായി ജീവിതം നയിച്ച ആളിന്റെ ശരീരത്തൊന്ന് ജീവൻ പോയി കഴിയുമ്പോൾ എല്ലാവരെയും അറിയിക്കുന്നു, സത്ത് പോയി വരണം എന്ന്. ചത്തുപോയി എന്നൊരു പദം മലയാളത്തിലില്ല. ശരി, സത്ത് പോയി, പ്രാണൻ പോയി, ജീവൻ പോയി എന്നാണ്. പറഞ്ഞു ലോപിച്ച കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ ആക്കിയെടുത്തതാണ് ചത്തുപോയി എന്ന്. ശരി, സത്ത് പോയി എന്നാണ്. എല്ലാവരും മരണം എന്ന് പറഞ്ഞ് എല്ലാവരെയും അറിയിക്കുന്നു. ഇവിടെ ലണ്ടനിൽ ഒരു പരീക്ഷണം നടന്നു. 2 പേർ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഒരാളുടെ ജീവൻ അർദ്ധരാത്രിക്ക് പോയാൽ അടുത്തയാള് കരയുന്നത് എന്തുകൊണ്ട് എന്ന്. 12 ദിവസം നീണ്ടുനിന്ന പരീക്ഷണം. 13ാമത്തെ ദിവസം കിട്ടിയ റിപ്പോർട്ട്, 2 പേർ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഒരാളുടെ ജീവൻ അർദ്ധരാത്രിക്ക് പോയാൽ അടുത്തയാൾ കരയുന്നത് ഭയം കൊണ്ടാണ് എന്നാണ്. ദുഃഖം രണ്ടാമതേ വരൂ എന്നാണ്. അതിനാണ് നാട്ടുകാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടുന്നത്. ആളുകൾ കൂടുമ്പോൾ എന്റെ പേടി തൽക്കാലം മാറും. ഇന്നലെ ജീവൻ ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോ 3ാമതൊരാൾ വേണ്ട എന്ന് ആഗ്രഹിച്ച ആളിന്റെ ശരീരത്തുനിന്ന് ജീവൻ പോയി കഴിയുമ്പോ ഈ ശരീരം കാണാൻ പിന്നെ ഭയമാകും. അതിന് നാട്ടുകാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടുന്നു. ശവത്തിന്റെ ചുറ്റും ഇരിക്കുന്ന ആളുകളൊക്കെ കൂടെ വാച്ചു നോക്കുന്നത് 1 മിനിറ്റ് ഈ ഡെഡ് ബോഡി വെച്ചേക്കാനല്ല, 1 നിമിഷം മുമ്പേ കത്തിച്ചു കളയാനും മറവ് ചെയ്യാനുമാണ്. നിരീശ്വരവാദിയായ മകനും പറയും, അച്ഛൻ മരിച്ചു കിടന്നാൽ അച്ഛൻ പോയേ എന്ന് പറഞ്ഞ് കരയാറുണ്ട്. അച്ഛൻ കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അത് അച്ഛന്റെ ശവമാണെന്നേ നിരീശ്വരവാദിയും പറയും. അപ്പോ ബോഡിയല്ല, മറിച്ച് അതിനകത്തുള്ള പ്രാണനാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്ന് പഠിപ്പിച്ച സംസ്കാരത്തിന്റെ ശാസ്ത്രം. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ ദേവാലയങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഇത് അന്ധവിശ്വാസമല്ല, പഴഞ്ചനല്ല, ഇത് ശാസ്ത്രമാണ് എന്ന് അറിയാൻ ദേവാലയങ്ങളിൽ എല്ലാ ദിവസവും വരണം എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരുന്നു. ദിവസം 1 നേരമോ ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 5 നേരമോ ഒന്നുമല്ല നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എന്ന് വേണ്ട, നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മനസ്സേ ഭവദ്രൂപം തോന്നുമാറാകണം എന്ന ആചാര്യന്മാർ പറഞ്ഞതിന്റെ പിന്നിലെ ശാസ്ത്രീയത വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നു. 33 കോടി ദേവതകളെ നമ്മൾ പൂജിച്ചത് എന്തിനാണ് എന്ന് അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്നു.
32 കോടിയെന്നോ 34 കോടിയെന്നോ പറയാതെ ഭാരതീയർ 33 കോടി ദേവതകളെ പൂജിച്ചത് എന്തിനാണ് എന്ന് ശാസ്ത്രീയമായി അവർ ഗവേഷണം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് 33 66, 66 33 99, പ്രാണൻ കൂടെ ചേർത്ത് 100, 3-ൽ ഒരംശം എല്ലാവരിലും ദേവാംശം, 3-ൽ ഒരംശം രാക്ഷസാംശം, 3-ൽ ഒരംശം മനുഷ്യാംശം. അതുകൊണ്ട് 33 ദേവ